ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. ലഹരി സംഘങ്ങളെ പിടികൂടാൻ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കുമ്പോഴും കഞ്ചാവ് അടക്കമുള്ളവയുടെ വിപണനത്തിന് പുതിയ വഴികൾ തേടുകയാണ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഇടനിലക്കാർ. കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഐമലപ്പടിക്ക് സമീപം റോഡരികിൽ മാലിന്യക്കുപ്പയിൽ നിന്ന് വിവിധ പൊതികളിലായി സൂക്ഷിച്ചിരുന്ന 17 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. കഞ്ചാവ് മാഫിയെ പിടികൂടാൻ പോലീസും എക്സൈസും വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടത്തുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസിന്റെ ഉൾപ്പെടെ കണ്ണുവെട്ടിച്ച് വിപണനം നടത്തുവാൻ പുതിയ വഴികൾ തേടുകയാണ്. യുവാക്കളടക്കമാണ് കഞ്ചാവ് മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. ആളൊഴിഞ്ഞ വഴികളിലും മറ്റു മേഖലകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരക്കാർ കഞ്ചാവ് വിപണനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇരട്ടയാർ അയമലപ്പടിയിൽ നിന്ന് റോഡരികിൽ മാലിന്യക്കുപ്പയിൽ നിന്ന് 17 ഗ്രാം കഞ്ചാവാണ് വിവിധ പൊതികളിലായി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ അപരിചിതരായ യുവാക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് റോഡരികിലെ മാലിന്യത്തിൽ നിന്നും 3 പൊതികളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വിവരം അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ കഞ്ചാവ് ഇവിടെ കൊണ്ടുവന്ന് ആരുന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. 5 പാക്കറ്റ് കഞ്ചാവ് പൊതികൾ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള കഞ്ചാവ് പൊതികളായിരുന്നു. അപ്പം 2 ബൈക്കിനായി 2 സമയത്തായി കുട്ടികൾ അവിടെ കടന്നു വരികയും ആളുകൾ തടഞ്ഞു വെക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിനുശേഷം ആ നാട്ടിലുള്ള ആളുകൾ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. ഞങ്ങൾ കട്ടപ്പന പോലീസിനെ അറിയിച്ച പോലീസുകാർ സ്ഥലത്തെത്തുകയും ആ കഞ്ചാവ് പൊതികൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ ഈ ലഹരി മരുന്നിന് അടിമകളായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കണം. ഗ്രാമപഞ്ചായത്ത് സജീവമായി ഇതിന് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഹരി മാഫിയയുടെ ഒരു അതിപ്രസരം ഒഴിവാക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് സജീവം. കഴിഞ്ഞ ദിവസം കാഞ്ചിയ സ്വരാജിലും സമാന രീതിയിൽ കഞ്ചാവ് പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്ക് എത്തിച്ച ആളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്ന് 40 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. എന്നാൽ ഇതിന്റെ മുഖ്യ കണ്ണികളെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇടനിലക്കാരായ ആളുകൾ വലിയ രീതിയിൽ കഞ്ചാവ് വാങ്ങി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആളൊഴിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ച് നിക്ഷേപിച്ചതിനു ശേഷം ആവശ്യക്കാർ എത്തുമ്പോൾ ഇവിടെ എത്തി ആവശ്യമനുസരിച്ച് നൽകുകയാണ് രീതിയെന്നും പറയുന്നു. കഞ്ചാവ് വിപണനത്തിന്റെ പുതിയ രീതികൾ വിപണനക്കാർ തേടുന്നതോടെ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ കൂടുതൽ വ്യാപകമാക്കുവാനാണ് തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.